അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ബിസ്മില്ലാ വൽഹംദുലില്ലാ. സ്നേഹബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, ഉമ്മമാരെ, ഉപ്പമാരെ, ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന വിഷയം ഒരു ഓപ്പൺ സ്റ്റേജ് പരിപാടിയിൽ ഒരു പ്രഭാഷണം ഞാൻ നടത്തുകയുണ്ടായി. അപ്പോൾ ആ പ്രഭാഷണത്തിൽ പറഞ്ഞ ചില കാര്യങ്ങൾ അതിപ്രസക്തമാണ്. നിങ്ങളിലേക്കത് എത്തിക്കണമെന്ന് തോന്നി. നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ കേട്ടിരിക്കേണ്ട, മനസ്സിലാക്കേണ്ട, ആണും പെണ്ണും വ്യത്യാസമില്ലാതെ എല്ലാവരും പഠിച്ചിരിക്കേണ്ട ഒരു കൂട്ടം കാര്യങ്ങൾ. അതറിയാതെ പോയാൽ നമുക്ക് വലിയ നഷ്ടമാണ്, വലിയ നഷ്ടമുണ്ടാകും. ആ നഷ്ടമുണ്ടാവാതിരിക്കാൻ ഇൻഷാ അല്ലാഹ് ആ കാര്യങ്ങൾ നമുക്ക് കേട്ട് പഠിച്ച് ജീവിതത്തിൽ അമൽ ചെയ്യാം. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ആ പ്രഭാഷണത്തിൻ്റെ ഒരല്പം നമുക്ക് കേൾക്കാം. കല്യാണം കഴിഞ്ഞാൽ മോനും ആദ്യത്തെ കല്യാണത്തിന്റെ ആ ഒരു രസം, സുഖം അല്ലെ? ചിലപ്പോ ഒന്നിച്ചിരുന്ന് ഒരുപാട് നേരം സംസാരിക്കും. ചിലപ്പോ അവര് രണ്ടുപേരും ഇരുന്നായിരിക്കും ഭക്ഷണം കഴിക്കുക. അപ്പൊ അതിന്റെ ഇടക്ക് കയറിയിട്ട് പിന്നെ അങ്ങോട്ട് തുടങ്ങല. മരുമോളും മകനും കൂടി ഒരു റൂമിലിരുന്ന് വർത്താനം പറഞ്ഞ അപ്പ ചെല്ലും, സാധനം വാങ്ങിച്ചോണ്ട് കട. ഒരു കാര്യമില്ല, വെറുതെ അവളുമായിട്ട് കൂടുതൽ അങ്ങോട്ട് മിണ്ടണ്ട. ബൈക്കില് ഇപ്പൊ പെണ്ണുങ്ങൾ, ഇന്നത്തെ പെണ്ണുങ്ങൾ, പണ്ട് ഉമ്മമാരെങ്ങനെ ഇരിക്കണേ, സ്റ്റേഡിലല്ലേ ഇരിക്കണേ. ഇന്നിപ്പോ എങ്ങനെയാ? ഏത് പെണ്ണാണെങ്കിൽ ഒന്ന് ഒറ്റ പൊക്കിട്ട് കവച്ചങ്ങട്ടിരിക്കും അല്ലേ? കവച്ചിരിക്കുന്ന കുഴപ്പമില്ല. ഞാൻ പറയട്ടെ, നിങ്ങൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ചുരിദാർ ആണെങ്കിൽ കുഴപ്പമില്ല. ചുരിദാർ എന്ന് പറഞ്ഞാൽ ആ കാല് ഔറത്ത് അല്ലെ, കാല് നിങ്ങൾ കാണരുത്. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പൊ അങ്ങനെ കവച്ചിരുന്നിങ്ങനെ ഭർത്താവിനെ കിട്ടാണെങ്കിൽ പോക്കണ്ടില്ലേ? കാരണം ഈ ഉമ്മാക്ക് അങ്ങനെ കിട്ടിയിട്ടില്ല. ഈ ഉമ്മാക്ക് കെട്ടിയിരിക്കും ഒന്ന് അകന്നിരിക്കണി. പണ്ട് ഉപ്പമാർ അങ്ങനെയല്ലേ. അന്ന് ഇപ്പൊ ബൈക്കൊന്നും ഇല്ല. ഇനി ബസ്സിൽ തന്നെ ഇരിക്കുമ്പോ മൂപ്പരിങ്ങനെ അകന്നങ്ങനെ ഓർക്കെന്താ ഒന്ന് ഒട്ടിയിരിക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടാവും. പക്ഷെ മൂപ്പര് വലിയ പ്രമാണിയായതുകൊണ്ട് മാറിക്കുക ആൾക്കാർ നോക്കും. ഇങ്ങനെയൊക്കെ പറയുന്ന ആളുകളാണ്. അപ്പൊ അതുകൊണ്ട് മകനും മരുമോളും സ്നേഹിക്കുന്നത് കാണുമ്പോൾ കുശുമ്പുണ്ടാകുന്ന അമ്മായിയമ്മമാരുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണേ. ആ കുശുമ്പ് വെച്ചിട്ട് എന്ത് കിട്ടാനാ? അതുകൊണ്ട് ചിലപ്പോ മരുമോളെന്ന്, ചിലപ്പോ ഈ വരുന്ന പെണ്ണ് വല്ല് അതൊക്കെ അതും ഇതൊക്കെ പഠിച്ചിട്ട് വരുന്ന പെണ്ണാവാം. ചിലപ്പോ ഒരു ചായ പോലും വെക്കാറില്ല. തേയില എപ്പോഴായിട്ടേണ്ടത്? ആദ്യം തേയിലയാണോ, അത് കഴിഞ്ഞാണോ വെള്ളം, പഞ്ചസാര ഇടക്കാണോ? അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകളാണ് ഇന്നത്തെ കാലത്ത് അല്ലെ. പക്ഷേ MBBSന്റെ എന്ത് ചോദിച്ചാലും മണിമണി പോലെ പറയും. ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും മണിമണി പോലെ പറയും. പക്ഷെ ചായ ഉണ്ടാക്കാൻ പലപ്പോഴും അറിയണ്ടാവില്ല. അത് നമ്മുടെ മക്കളാ, നമ്മുടെ മോളാണെന്ന് കരുതിയിട്ട് എന്ത് ഓളെ പഠിപ്പിക്കണം. ഒന്ന് തൊട്ടേ പഠിപ്പിക്കണം. ദേഷ്യപ്പെടരുത്, ഒരിക്കലും ദേഷ്യപ്പെടരുത്. ചില മരുമക്കളെ അമ്മായിയമ്മമാര് വീട്ടിലേക്ക് പറഞ്ഞു വിടുന്നത് തന്നെ, അതെ നീ ചെല്ലുമ്പോഴേ നിന്റെ ഭർത്താവിന്റെ ഉമ്മ, നിന്റെ അമ്മായിയമ്മ നിന്റെ മെക്കിട്ട് കയറാൻ വരും, നീ തിരിച്ച് നല്ലത് പറഞ്ഞോളൂട്ടോ. അവരെന്തെങ്കിലും പറയുമ്പോ നീ മിണ്ടാതിരുന്നാൽ അവള് വിചാരിക്കും നീ പൂച്ചയാണെന്ന്. പിന്നെ നിന്റെ തലേ കയറി മെഴുകും. അതുകൊണ്ട് പോയി പണി നോക്കാനൊക്കെ പറഞ്ഞേക്ക് എന്ന് ഉപദേശം കൊടുത്തു വിടുന്ന ചില ഉമ്മമാരുണ്ട് മക്കൾക്ക്. അതൊന്നും ചെയ്യരുത്. ഇതൊക്കെ നമ്മുടെ ബന്ധങ്ങൾ തകർത്ത് കളയുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ഒരു സ്വഹാബി വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, നബിയേ, എന്റെ മക്കളോട് എന്തെങ്കിലും കടമയുണ്ടോ? ആ സമയത്ത് നബി തങ്ങൾ പറയുകയാണ്, യുഹ്സിനു തർബിയതഹു, നീ അവർക്ക് നല്ല തർബിയത്ത് കൊടുക്കണം. ആൺകുട്ടിക്കും തർബിയത്ത് കൊടുക്കണം, പെൺകുട്ടിക്കും തർബിയത്ത് കൊടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തർബിയത്ത് കൊടുത്തു. ആർക്ക്? പെൺകുട്ടിയാകുന്ന, പെൺമോളാകുന്ന ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹക്ക് കല്യാണത്തിന്റെ തലേ ദിവസം വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, മോളെ, നിന്നെ ഉപദേശിക്കാൻ നിന്റെ ഉമ്മയാകുന്ന ഖദീജ ഇല്ല, ഖദീജ ഖബറില. അതുകൊണ്ട് ഒരു ഉമ്മാടെ സ്ഥാനത്ത് നിന്ന്, ഒരു വാപ്പാടെ സ്ഥാനത്ത് നിന്ന് ഞാൻ നിന്നോട് പറയട്ടെ, നീ മറ്റൊരു വീട്ടിലേക്ക് നാളെ പോവുകയാ. അവിടെ നീ ചെല്ലുമ്പോ നിനക്ക് പരിചയമില്ലാത്ത വീടാ, പരിചയമില്ലാത്ത സാഹചര്യങ്ങളാ. അങ്ങോട്ട് നീ കടന്നു ചെല്ലുമ്പോ അവിടെ നിനക്ക് കുറച്ച് മര്യാദകളുണ്ട്, കുറച്ച് അദബുകളുണ്ട്, അത് നീ പാലിക്കണം എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിമ ബീവിക്ക് ഒരുപാട് ഉപദേശങ്ങൾ കൊടുത്തുവെന്ന് നമുക്ക് ഹദീസിൽ കാണാം. അതുകൊണ്ട് നല്ല ഉപദേശങ്ങൾ കൊടുക്കണം മക്കൾക്ക്. നല്ല ഉപദേശങ്ങൾ, അതാണാവട്ടെ പെണ്ണാവട്ടെ, നല്ല ഉപദേശങ്ങളാണ് കൊടുക്കേണ്ടത്. മക്കൾ വഴിതെറ്റുന്ന കാലമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖിയാമത്ത് നാളിന്റെ അടയാളം പറയുന്ന സ്ഥലത്ത് പറയുന്നു,
ലാ തഖൂമുസ്സാഅ ഖിയാമത്ത് നാൾ സംഭവിക്കില്ല. വഅഖ ഉമ്മഹു വഅഖ്സാ അബാ വഅദ്നാ സ്വദീഖാ. എന്താ നബി തങ്ങൾ പറഞ്ഞത്? ഉമ്മയെ തള്ളി പറയുന്ന ഒരു കാലം കടന്നു വരും. ഭർത്താവിന്റെ ഉമ്മയെ തള്ളി പറയുന്ന ഒരു കാലം കടന്നു വരും. വാപ്പാനെ തള്ളിക്കളയുന്ന ഒരു കാലം വരുന്നു വരും. ആ വരുന്ന സമയത്ത് അള്ളാന്റെ ഹബീബ് പറയുകയാണ്, ഒരുപാട് അബദ്ധങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതാണ്. ഒരുപാട് പരീക്ഷണങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതാ. ഇന്ന് നമ്മുടെ മക്കൾ എത്ര ശ്രദ്ധിച്ചാലും വഴിതെറ്റി പോകുന്ന ഒരു കാലഘട്ടമാണല്ലോ. മക്കളെ എത്ര ശ്രദ്ധിച്ചാലും വഴിതെറ്റി പോകുന്ന കാലഘട്ടമാണല്ലോ. മക്കളെ വിശ്വസിക്കാൻ പറ്റാത്തൊരു കാലഘട്ടത്തിലൂടെയാണ് ഞാനും നിങ്ങളും കടന്നു പോകുന്നത്. ഇതൊക്കെ ഞാൻ ഇങ്ങനെ പ്രസംഗിക്കാതെ തന്നെ നമ്മളൊക്കെ എത്രയോ വാർത്തകളാണ് ദിനേന പത്രമാധ്യമങ്ങളിൽ നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുന്നത്, സോഷ്യൽ മീഡിയ വഴി നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ന് മക്കള് ചങ്ക് ബ്രോ, ബെസ്റ്റി, സിസ്, എന്തൊക്കെ പേരാ ഓമനിച്ച് എത്രയോ പേരാ വിളിക്കുന്നത്. അല്ലെ, ഇന്ന് പ്രണയം അത് വല്ലാത്തൊരു ലഹരിയായി മാറി. അല്ലാ, പ്രണയം വല്ലാത്തൊരു ലഹരിയാണ്. കഴിഞ്ഞ വർഷം മലപ്പുറം ജില്ലയില് ഒരു സ്കൂളിൽ നിന്നും 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യന്റെ ഇതുണ്ടല്ലോ, ഹോംവർക്ക് ചെയ്തിട്ട് വരാൻ പറഞ്ഞു ടീച്ചർ. ഹോംവർക്ക് ചെയ്ത് അവൻ ബുക്ക് വെച്ചപ്പോ ടീച്ചർ വെറുതെ ബുക്ക് ഇങ്ങനെ മറിച്ചു നോക്കിയപ്പോ ഏറ്റവും അവസാനത്തെ പേജിൽ ഒരു വലിയൊരു ലവ് ചിഹ്നം. ടീച്ചർ നോക്കിയപ്പോ അത് സ്കെച്ച് വെച്ച് എഴുതിയതല്ല, ബ്ലഡ് വെച്ച് എഴുതിയതാ. ചോര കൊണ്ട് എഴുതി. ചോരയുടെ നല്ല മണം. അവനെ വിളിപ്പിച്ചു, എന്താ സംഭവം, എന്താ മുട്ടന്ന് വിരിഞ്ഞില്ല, മുമ്പ് സംഭവം എന്താ? അപ്പൊ അവൻ പറഞ്ഞു, ടീച്ചറെ അത് ഞാനല്ല. സത്യം പറയണം, എന്താണ് നീ കാണിച്ചേക്കുന്നത്? ഓൻ പേടിച്ചു പോയി. ഓനിക്കതിന്റെ ഗൗരവം ഓൻ പേടിച്ചു പോയി. ഓൻ ആ സമയത്ത് പറഞ്ഞു, ഞാൻ ഓളോട് പറഞ്ഞതാ മാണ്ടാ. സംഭവം ഇവിടെ വില്ലനാര് ഇവനല്ല, ഇവന് ഇഷ്ടമുള്ള വേറൊരു പെൺകുട്ടി 4ാം ക്ലാസ് തൊട്ടടുത്ത് പഠിക്കുന്നത്. അവളുടെ പിന്നുകൊണ്ട് കുത്തിയിട്ട് ലവ് ചിഹ്നം വരച്ചതാ. 4ാം ക്ലാസ്. അതിന് 3 ആകും 2 ആകും. നമ്മുടെ കാലം പ്രണയത്തിന്റെ കാലമാണ്. ഞാൻ എന്റെ ചെറുപ്പക്കാരോട് പറയട്ടെ, പരിശുദ്ധമായ ഇസ്ലാമിന് ആളുകൾക്ക് ഒരു ദാരിദ്ര്യം, ഇഷ്ടം പോലെ ആളുണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും മതത്തിൽപ്പെട്ട ഒരു പെണ്ണിനെ വളച്ചു കെട്ടി കൊണ്ടുവന്നിട്ട് ഒരു ചാൻസ് ഉണ്ട്. എന്താ, ഒരാളെ മുസ്ലിം ആക്കാൻ പറ്റും. വലിയ കൂലി കിട്ടും. എന്താടാ, ഒരു പെണ്ണ് വന്നിട്ടുണ്ട്, എന്താ അവളെ മുസ്ലിം ആക്കണം. ഇസ്ലാം ഇങ്ങനെ കാത്തിരി, ഉസ്താദ്മാർ ഇങ്ങനെ കാത്തിരി, ആരാ വേറെ പണിയില്ല നിങ്ങൾക്കൊന്നും. അങ്ങനെ തന്നെ ചോദിക്കണം. അത് ഉസ്താദ് കണ്ടപ്പോൾ ക്രഷ് തോന്നി, മണ്ണാങ്കട്ട തോന്നി. ഇതൊക്കെ പറയുമ്പോ നിങ്ങളൊക്കെ പഴയ ആളുകളാണ്. നിങ്ങൾക്ക് 6ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന ഉസ്താദുമാർക്ക് പ്രണയത്തെ പറ്റി പറഞ്ഞാൽ അറിയാം. ഇന്ന് കാണുന്ന സിനിമ അതാ, ഇന്ന് കാണുന്ന മെസ്സേജുകൾ അതാ, കാണുന്ന പോസ്റ്ററുകൾ അതാ, എല്ലാം പ്രണയത്തിൻ്റെതാ. പിന്നെ അങ്ങനെ മക്കള് വഴിതെറ്റി പോയി, ഉസ്താദേ ദ്വാരക്കണം. മൗലൽ ബുഖാരി തങ്ങളുടെ നേർച്ചക്ക് ഒരു ചാക്കരി എന്താ മകളുടെ മനസ്സിലുള്ള ആ ചെറുക്കം പോയിട്ട് ഞാൻ കൊണ്ടുവരുന്ന കല്യാണം അവള് സ്വീകരിക്കണം. പക്ഷേ അവള് സ്വീകരിക്കില്ല. കാരണം എന്തെന്നറിയോ? കാരണം നമ്മൾ അങ്ങനെയാണ് ഓളെ വളർത്തിയത്. ഇന്ന് കയ്യും പറയാറുണ്ട്, നിങ്ങൾക്കൊക്കെ എന്തറിയാം ഉസ്താദേ, പ്രണയത്തിന് കയ്യുമില്ല കാലുമില്ല. ശരിയാ, പ്രണയിച്ചിട്ട് പോയി കയ്യുമില്ലാതെ കാലുമില്ലാതെ തലയില്ലാതെ ഏതെങ്കിലും ഓടെ കിടക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ലോഡ്ജിൽ കിടക്കും, ഏതെങ്കിലും റെയിൽവേ ട്രാക്കിൽ കിടക്കും. അങ്ങനെയല്ലേ കാണുന്നത്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ, നമ്മുടെ മക്കളെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. 18 വയസ്സ് 19 വയസ്സ് 20 വയസ്സ് വരെ നമ്മൾ പെറ്റ് പോറ്റി വളർത്തിയ ഒരുപാട് കഷ്ടപ്പാടനുസരിച്ച് ഒരുപാട് കഷ്ടപ്പാട് അവളെ അറിയിക്കാതെ വളർത്തിയ പൊന്നുമക്കൾ, ആ പൊന്നുമക്കള് കണ്ട ഏതെങ്കിലും ഒരു ഇളിച്ചു കാണിക്കുമ്പോൾ കൂടെ ഇറങ്ങിപ്പോകുന്ന പയ്യന്റെ കൂടെ കോടതി വരാന്തയിൽ വന്നിട്ട് ആ മോളെ കണ്ട് ഓന്റെ ബൈക്കിന്റെ പുറകിലിരുന്ന് പോകുമ്പോ അത് കണ്ടിട്ട് കുഴഞ്ഞു വീഴുന്ന എത്രയോ ഉമ്മമാർ, അങ്ങനെയുള്ള ഉമ്മമാരും അമ്മമാരും കൂടി വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എറണാകുളം കോടതിയുടെ അടുത്തല്ലേ എന്റെ പള്ളി. എത്രയോ കേസുകളാ വന്നെന്നറിയോ? എത്രയോ കേസുകളാ. കോടതിയുടെ അടുത്തൊരു പള്ളിയുണ്ട്. ആ പള്ളിയില് ഫൈസൽ ഉസ്താദ് അല്ലെ, ആ ഉസ്താദിനോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഉസ്താദേ നമ്മുടെ സമൂഹം വളരെ പ്രയാസത്തിലാട്ടോ, ആത്മഹത്യ കൂടുകയാണ് നമ്മുടെ കൗമിൽ, ഒളിച്ചോട്ടം കൂടുക, പ്രണയം ഒളിച്ചോട്ടം കൂടുകയാ, ആത്മഹത്യ കൂടുകയാ, തൊലാഖ് കൂടുകയാ.
ഉമ്മമാരെ വാപ്പമാരെ വൃദ്ധസദനത്തിലേക്ക് കൊണ്ടുപോയി ആക്കുന്ന ആ പ്രവണത, ഈ 4 കാര്യം നമ്മുടെ സമൂഹത്തിൽ ഇല്ലായിരുന്നു എന്ന് തന്നെ പറയാം. ഇന്ന് കൂടിക്കൊണ്ടിരിക്കുകയാ. കോടതി വരാന്തകളിൽ ഉമ്മമാര് തളർന്നു വീഴുന്നു. മകൻ അല്ലെങ്കിൽ മകൾ, രണ്ടും കണക്കാണ്. എവിടെന്നോക്കെ ഏതെങ്കിലും ഒരു പെണ്ണിനെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആണിനെയൊക്കെ കൊണ്ടുവന്ന് വീട്ടിലേക്ക്, ഇവരുടെയൊക്കെ വിചാരം എന്താണെന്നറിയോ? ഈ ടിവിയിൽ കാണുമ്പോൾ, സിനിമയിൽ കാണുന്നത് പോലെ ഏതെങ്കിലും ഒരു പെണ്ണിനെ കൊണ്ടുവന്ന് വിളിച്ചാൽ എന്താണോ ഉമ്മയും ബാപ്പയൊക്കെ വീട്ടിലെ അകത്തിലേക്ക് എന്താ സ്നേഹത്തോടെ വിളിച്ചു കയറ്റുമെന്നാണ്. പക്ഷേ മുസ്ലിം ഒരു ഈമാനുള്ള വ്യക്തി, ഒരു ഈമാനുള്ള ഉമ്മക്കും വാപ്പക്കും അത് മനസ്സുകൊണ്ട് ചിന്തിക്കാൻ പോലും പറ്റില്ല. മക്കളൊക്കെ ഒളിച്ചോടാൻ, മക്കളൊക്കെ പ്രണയത്തിന്റെ വലയിൽ അകപ്പെട്ടു പോവാൻ, ഞാൻ പറയട്ടെ, ഒരു 60%, 70% കാരണം മാതാപിതാക്കൾ തന്നെ. എന്താ അങ്ങനെ 4 കാരണം ഞാൻ പറയാം. 4 കാരണം പറയാം. 1, വീട്ടിലെ സ്നേഹമില്ല. മോളുണ്ടെങ്കിൽ മോന് മാത്രം പൊരിച്ച മീൻ 2 എണ്ണം, ഓൾക്ക് 1 എണ്ണം. എന്താ, നീ പെണ്ണല്ലേ? ചിലപ്പോ ആദ്യം മീൻ പൊരിച്ച് വെക്കും, എന്നിട്ട് ചോറ് വെക്കും, വീണ്ടും മീൻ പൊരിച്ച്. ആർക്ക്? മോനിക്ക്. അവൻ ആണല്ലേ, അവൻ അവിടെയൊക്കെ പോകേണ്ടവനല്ലേ, പെണ്ണിന് 1 എണ്ണം. ഇതൊക്കെ എന്താ നമ്മൾ നോക്കുമ്പോ അവൾക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഓടെ മനസ്സിലുണ്ടാകുമ്പോ ഉമ്മാക്ക് എന്നോട് സ്നേഹമില്ല. അതങ്ങനെ ഇപ്പൊ ഇന്നത്തെ കാലത്ത് അങ്ങനെയാ. എന്തെങ്കിലും ഒരു ചെറുത്, ഒരു നഖം വെട്ടുമ്പോ കേറിപ്പോയാ, ഓ നഖം വെട്ടിയൊക്കെ എനിക്ക് എന്നോട് ഇഷ്ടമല്ല. ഇങ്ങനെ ചിന്തിക്കുന്ന പെൺമക്കളാ. കളിയാക്കുന്നു, അല്ലെ? വാപ്പ കളിയാക്കും, ഉമ്മ കളിയാക്കും, ജ്യേഷ്ഠൻ കളിയാക്കും, അനിയൻ കളിയാക്കും. അവരോട് ദേഷ്യപ്പെടുന്നു, അവരോട് വാശി കാണിക്കുന്നു, അവരോട് കുറ്റപ്പെടുത്തുന്നു. ഇതൊക്കെ വീട്ടിൽ നിന്നും ഇങ്ങനെ കുറ്റങ്ങളും അതുപോലെ തന്നെ എന്താ ഈ കുറവുകളൊക്കെ പറച്ചില് കേട്ട് വീടിന്റെ വെളിയിലേക്ക് ഇറങ്ങുമ്പോ, ഓ മോളെ കരളെ എന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു കോന്തം വിളിക്കുമ്പോ ഇറങ്ങിപ്പോയില്ലെങ്കിൽ പിന്നെ ആ പെണ്ണ് ആരാന്ന് പറയാം. അങ്ങനെ വീട്ടിൽ നിന്ന് തന്നെ ഒരുപാട് വിഷമങ്ങൾ നമ്മൾ കൊടുക്കുമ്പോ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ മക്കള് വഴികെട്ടു പോകും. അതുകൊണ്ട് പരമാവധി സ്നേഹിക്കുക എന്ന് വെച്ച് സ്നേഹിച്ച് അമിതമായി ലാളിച്ച് തലയെ കെട്ടി വെക്കണം എന്നുമല്ല പറയും. ഒരു മീഡിയം ഒരു കാര്യം പറയുമ്പോൾ നമ്മൾ തന്നെ ചിന്തിക്കണം, അത് ഓൾക്ക് ഹൈറാണോ അല്ലയോ, എന്നിട്ട് നമ്മളത് ചെയ്തു കൊടുക്കുക. ഇനി അവൾക്കത് പറ്റില്ല എങ്കിൽ ഓളെ വിളിച്ചിരുത്തിയിട്ട്, മോളെ വാപ്പിച്ചൊരു കാര്യം പറയട്ടെ, മോള് കേൾക്കൂല്ലേ, വാപ്പിച്ചിയുടെ പൊന്നല്ലേ, അങ്ങനെ പറയണം. നമ്മുടെ മോളെ എപ്പോഴാ പൊന്നെ ചക്കര എന്ന് വിളിച്ചത്? ഇപ്പൊ എനിക്കൊരു കുട്ടി ജനിച്ചത് അൽഹംദുലില്ലാഹ് 1 മാസമായി. ഞാൻ ഇപ്പോ മോളെ ചക്കര എന്നൊക്കെ വിളിക്കും, അല്ലെ? 2 മാസം 3 മാസം 1 വയസ്സ് 2 വയസ്സ് വരെ ഓ വാപ്പിച്ചിയുടെ തത്തമ്മേ എന്നൊക്കെ പറയും. ഒരു 1ാം ക്ലാസ് 2ാം ക്ലാസ് 3ാം ക്ലാസ് ഇതല്ലേ പറയണം. പിന്നെ ആ മോളെ വിളി, ആ തേനെ വിളി കുറഞ്ഞു പോകുമ്പോ ഇവരുടെ ചിന്ത, ഓ വാപ്പാക്ക് പണ്ടത്തെ ഇഷ്ടമില്ല. അതുകൊണ്ട് മക്കള് 105 വയസ്സുള്ള വാപ്പക്ക് 90 വയസ്സുള്ള മോളുണ്ടെങ്കിൽ ആ മോളെയും വിളിക്കേണ്ടത് മോളെ ചക്കരെ തേനെ പാലെ. അവളെ 1 വയസ്സിൽ വിളിച്ച വിളി തന്നെ വിളിക്കണമെന്നാണ്. എന്നാലാണ് ആ സ്നേഹബന്ധം ഊട്ടി ഉറപ്പിക്കാൻ നമുക്ക് പറ്റും. ഇന്ന് ആ സ്നേഹമില്ല കുടുംബങ്ങളിൽ. അതുകൊണ്ട് തന്നെ വാപ്പ ഒരു വഴിക്ക്, ഉമ്മ ഒരു വഴിക്ക്, ആരും സ്നേഹിക്കാനില്ല. വീട്ടിൽ നിന്ന് സ്നേഹം കിട്ടാത്തപ്പോ ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഒരുത്തം വന്ന് മോനെ തേരെ പാലെ എന്ന് വിളിക്കുമ്പോ അതിന്റെ കൂടെ ഇറങ്ങിപ്പോകും. 2 വസ്ത്രധാരണം. ഒരു 5 പെൺകുട്ടികൾ വരുന്നു, ഇങ്ങനെ വഴിയിലൂടെ നടന്നു വരികയാ. ഒരാൾ ധരിച്ചത് പർദ്ദയാ, ഒരാൾ ധരിച്ചത് ചുരിദാറാ, ഒരാൾ ധരിച്ചത് ഇന്നത്തെ എന്താ ഫാഷൻ ഉണ്ടല്ലോ, കുറച്ച് നിക്കർ പോലത്തെ സാധനമൊക്കെ ഇട്ട് വരികയാ. ഒരുത്തം പോയാൽ ഇവൻ ഏത് പെണ്ണിനെ നോക്കും? ആ ഔറത്ത് വെളിവാക്കിയ ആളെല്ലാം നോക്കൂ. ആ വസ്ത്രധാരണം മോശമായിട്ടുള്ള പെണ്ണിനെയല്ലേ, പെൺകുട്ടിയല്ലേ നോക്കുള്ളൂ. അപ്പൊ അതിന്റെ കാരണം അത് വാങ്ങിച്ചു കൊടുത്തതാരാ? വാപ്പയാ. അപ്പോ രാത്രി മുഴുവൻ ഇരുന്ന് വൃത്തികേട് കണ്ടിട്ട് പകലിൽ പുറത്തിറങ്ങുന്ന ഈ വൃത്തികെട്ടവൻ, അവൻ നമ്മുടെ മകളെ നോക്കി എന്തൊക്കെ വൃത്തികേടാ ചിന്തിക്കുന്നത്. അതിന് വകവെച്ചു കൊടുക്കുന്നത് വാപ്പമാരല്ലേ, ഉമ്മമാരല്ലേ, അല്ലെ? വസ്ത്രം എടുക്കാൻ വേണ്ടി ആ കടയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുത്തോ, പെട്ടെന്ന് വരണം. വാപ്പാക്ക് അത് മാത്രം പറയണം, ഇഷ്ടമുള്ള എടുത്തോ, ഏത് വേണമെങ്കിലും എടുത്തോ, നേരത്തെ വരണം, 10 മണിക്ക് വരണം, വാപ്പാക്ക് പോവാനുള്ളതാണ്. ഇങ്ങനെ ഉത്തരവാദിത്തമില്ലായ്മ കൂടുമ്പോ മക്കളുടെ ഔറത്ത് വെളിവാവും, ഔറത്ത് കാണും. അങ്ങനെ മക്കൾ വഴിതെറ്റി പോകും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അള്ളാഹുവിന്റെ റസൂൽ ഹബീബ് തങ്ങൾ പറഞ്ഞല്ലോ, വസ്ത്രം ധരിക്കുന്നതിൽ പെട്ട ഒരു ലക്ഷ്യം അല്ലാ യുദൈൻ. സ്ത്രീകൾ വസ്ത്രം ധരിക്കുന്നതിൽ പെട്ട ഒരു കാര്യം അല്ലാ യുദൈൻ, ഉപദ്രവിക്കപ്പെടാതിരിക്കാനാണ് ഖുർആൻ പറഞ്ഞത്. ഉപദ്രവിക്കപ്പെടാതിരിക്കാനാണ് വസ്ത്രം ധരിക്കേണ്ടത്. ഉപദ്രവം കൂടാനല്ല, ഉപദ്രവിക്കപ്പെടാതിരിക്കാൻ.
മൂന്നാമത്തേത് സംസാരം സൂക്ഷിക്കണം. എന്റെ കൂട്ടത്തില് പെൺകുട്ടികൾ ഉണ്ടാവുമല്ലോ, 10ാം ക്ലാസ്സിലും +1ലും +2ലും ഒക്കെ പഠിക്കുന്ന എന്റെ പൊന്ന് സഹോദരിമാര്, അനുജത്തിമാരോട് പറയട്ടെ, നിങ്ങൾ സംസാരിക്കുമ്പോൾ 2 രൂപത്തിൽ സംസാരിക്കണം. 2 രൂപത്തിൽ സംസാരിക്കണം. ഒന്ന് വാപ്പച്ചി, ഉമ്മച്ചി, ജ്യേഷ്ഠൻ, അനുജൻ, ഇത്താത്ത, അവരോടൊക്കെ ഒരു മയമായിട്ട് സംസാരിക്കണം. ചിലപ്പോ ഉമ്മയുടെ വാപ്പയുടെ മുമ്പിൽ കൊഞ്ചിക്കൊഴിഞ്ഞൊക്കെ സംസാരിക്കും. അത് വീട്ടിൽ സംസാരിക്കേണ്ടത്. വീടിന്റെ വെളിയിലേക്ക് ഇറങ്ങി നിങ്ങൾ കടയിലേക്ക് പോയാൽ, അല്ലെങ്കിൽ നിങ്ങൾ സ്കൂളിലേക്ക്, നിങ്ങളുടെ ക്ലാസ്സിലേക്ക് പോയാൽ, നിങ്ങളുടെ അടുക്കൽ നിങ്ങളുടെ ക്ലാസ്സിൽ പഠിക്കുന്ന ഏതെങ്കിലും ഒരുത്തൻ വരും, നിങ്ങളോട് കൊഞ്ചിക്കൊഴിയാൻ വേണ്ടി വരുമ്പോ അവൻ പറയുന്ന അതേ നാണയത്തിലല്ല പറയേണ്ടത്. അവനാ എന്താടി വിശേഷോ എന്ന് പറയുമ്പോ ആ നല്ലത് തന്നെ, അങ്ങനെയല്ല. എന്താണ് നിനക്ക് വേണ്ടത്? അങ്ങനെ പറയുന്നത് പെണ്ണത്തം വേണം, പെണ്ണിന് പെണ്ണത്തം വേണം. എന്താടാ, എന്ത് വേണോടാ? ആ പറഞ്ഞ പിന്നെ അവൻ വരൂല. അത് പറയും അവിടെ വാപ്പാനോട്, ഉമ്മാനോട്, വേറെ പണിയില്ലേ. ആ പറച്ചില് നിന്നെ ബുദ്ധിമുട്ടിക്കാൻ വരുന്ന, അല്ലെങ്കിൽ നിന്റെ പുറകെ വരുന്ന ഒരുത്തനോട് പറഞ്ഞാൽ പിന്നെ അവൻ വരൂല. കംപ്ലൈന്റ് കിട്ടും. അങ്ങനെ അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അല്ലെ ഭാര്യമാരോട് വിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്, ഫലാ തഖ്ലഅന ബിൽ ഖൗൽ. നിങ്ങൾ സംസാരിക്കുമ്പോ, പെണ്ണുങ്ങളെ നിങ്ങൾ സംസാരിക്കുമ്പോ നമ്മുടെ നാടൻ ഭാഷ ഒലിപ്പിച്ച് സംസാരിക്കരുത്, കൊഞ്ചിക്കൊഴിഞ്ഞ് സംസാരിക്കരുത്. നിങ്ങൾ ഗൗരവത്തോടു കൂടി വേണം സംസാരിക്കാൻ. നിങ്ങൾ ഗൗരവത്തോടു കൂടി വേണം സംസാരിക്കാൻ. കനത്തിൽ സംസാരിക്കണം, കടുപ്പിച്ച് സംസാരിക്കണം. സംസാരം 2 രൂപത്തിലുണ്ട്. വീട്ടിൽ ഒന്ന്, അതുപോലെ പുറത്തിറങ്ങുമ്പോൾ മറ്റൊന്ന്. ഇതൊക്കെ ഇസ്ലാം പഠിപ്പിക്കുന്ന പാഠങ്ങളാണ്. പിന്നെയോ ഇനി ഉമ്മമാരെ ശ്രദ്ധിക്കണം, വാപ്പമാരെ ശ്രദ്ധിക്കണം. ഉമ്മമാരെ, നിങ്ങളുടെ പെൺമക്കൾ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മക്കൾ ആണ് എന്നതിന് ഉപരിയായി നിങ്ങളുടെ കൂട്ടുകാരികളെ പോലെ നിങ്ങൾ കരുതണം. ഉമ്മയെ ഉമ്മയാണെന്ന ആ ഗണത്തിൽ പെടുത്തുന്നതോടൊപ്പം ഉമ്മ ഒരു കൂട്ടുകാരിയാണെന്ന് നിങ്ങൾ ഓരോ മക്കളും കരുതണം. കൂട്ടുകാരികൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. നമുക്ക് എന്ത് രഹസ്യം ഉണ്ടെങ്കിലും കൂട്ടുകാരിയോട് പറഞ്ഞാൽ അറിയാൻ പറ്റും, അല്ലെ? എല്ലാ രഹസ്യവും കൂട്ടുകാരികളോട് പറയും. അപ്പൊ ഉമ്മ ഒരു കൂട്ടുകാരിയാണെങ്കിൽ ഉമ്മാനോട് എല്ലാം തുറന്നു പറയും. ഓടെ മനസ്സിലുള്ള വിഷമം, സങ്കടമൊക്കെ ഉമ്മാനോട് പറയും. വാപ്പ ഒരു കൂട്ടുകാരനാവണം സ്വന്തം മകന്റെ. എന്നാൽ ആ മകന്റെ വിഷമങ്ങളും സങ്കടങ്ങളും വാപ്പയോട് പറയും. ചില മക്കൾ വാപ്പാനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലടാവേ, അപ്പൊ തന്നെ പോയില്ലേ, ആ വാപ്പാടെ വില എന്താ? ഉമ്മാനോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ലടി എന്ന് പറഞ്ഞാൽ ആ ഉമ്മ എന്ന സ്ഥാനത്ത് നമ്മൾ എന്താ പറയാ, ആ സ്ഥാനം കുറഞ്ഞു വരികയാ. നമുക്ക് അവർ നൽകുന്ന സ്ഥാനം കുറഞ്ഞു വരികയാ. അതുകൊണ്ട് ഉമ്മാനെയും വാപ്പാനെയും നമ്മുടെ സ്വന്തം ഉമ്മയും വാപ്പയുമാണെന്ന് കരുതുന്നതോടൊപ്പം സ്വന്തം കൂട്ടുകാരികളെ പോലെ കരുതാനുള്ള ആ ഒരു സാഹചര്യം നമ്മൾ തന്നെ ഒരുക്കി കൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് മക്കൾ വഴിതെറ്റി പോവാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് എന്ത്? മദ്രസ സംവിധാനം. മദ്രസ സംവിധാനം മക്കൾ വഴിതെറ്റി പോവാതിരിക്കാൻ 90% നമുക്ക് പറ്റിയ വാക്യം, 90% നമുക്ക് ചെയ്യാൻ പറ്റിയതാണ്. ചില മാതാപിതാക്കളുണ്ട്, അവർ മക്കളുടെ വളർച്ചയിലും ഉയർച്ചയിലും ഒരുപാട് അഭിമാനിക്കുന്നവരാണ്. ചില മാതാപിതാക്കൾ പറയും, ഉസ്താദേ എന്റെ മകൻ MBBS പഠിക്കുന്നു, MBA പഠിക്കുന്നു, എഞ്ചിനീയർ പഠിക്കുന്നു, അത് പഠിക്കുന്നു, ഇത് പഠിക്കുന്നു, എല്ലാം നല്ലതാണ്, അല്ലെ? മക്കളെ കൊണ്ട് അഭിമാനമുണ്ടാവുക അത് രക്ഷിതാക്കൾക്ക് അല്ലാഹു തആല കൊടുത്തിട്ടുള്ള ഒരു സ്വഭാവമാണ്. മക്കളെ കൊണ്ട് അഭിമാനമുണ്ടാവുക. വിശുദ്ധമായ ഖുർആൻ എടുത്ത് പരിശോധിച്ചാൽ അല്ലാഹു തആല സൂറത്തുൽ ഫുർഖാനിന്റെ 74-ാമത്തെ ആയത്തിലൂടെ പറയുകയാണ്, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. വിശുദ്ധമായ ഖുർആൻ എടുത്ത് പരിശോധിച്ചാൽ അല്ലാഹു നമുക്ക് തന്നിട്ടുള്ള കുടുംബമുണ്ടല്ലോ, ആരോഗ്യമുണ്ടല്ലോ, സമ്പത്തുണ്ടല്ലോ, വീടുണ്ടല്ലോ, കച്ചവടമുണ്ടല്ലോ, അതുപോലെ ജോലിയുണ്ടല്ലോ, വരുമാനമുണ്ടല്ലോ, ഇതെല്ലാം അനുഗ്രഹങ്ങളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ അനുഗ്രഹങ്ങളാണെന്ന് പറഞ്ഞപ്പോഴൊക്കെ അല്ലാഹു പറയാത്ത ഒരു വാക്ക്, അതാ മക്കളെ പറ്റി സംസാരിക്കുമ്പോൾ അല്ലാഹു പറയുകയാണ് ഖുർആനിലൂടെ, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുൻ. മക്കളെ പറ്റി സംസാരിക്കുമ്പോൾ ഖുർആൻ പറയുകയാണ് ഖുർറത അയുൻ, കൺകുളിർമയാ. മക്കൾ എന്ന് പറഞ്ഞാൽ കൺകുളിർമയാ, അല്ലെ? മക്കളെ പറ്റി പറഞ്ഞപ്പോൾ മാത്രമാണ് കണ്ണിന് കുളിർമ എന്ന് അല്ലാഹു തആല പറഞ്ഞത്. വേറെ സ്വർഗ്ഗത്തിലെ അനുഗ്രഹങ്ങളെ പറ്റി പറഞ്ഞപ്പോഴാണ് അല്ലാഹു കണ്ണിന് കുളിർമ എന്ന് പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ മക്കൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണിന് കുളിർമയാണ്. ആ കണ്ണിന് കുളിർമയാവണം മക്കൾ. പക്ഷേ ഇന്ന് എത്രയോ ഉമ്മമാർക്കും വാപ്പമാർക്കും മാതാപിതാക്കൾക്ക് മക്കൾ കണ്ണീര് കുളിപ്പിക്കുകയാ. കൺകുളിർമക്ക് പകരം
കണ്ണീര് കുടിപ്പിക്കുന്ന മക്കളാ. മക്കൾ പറഞ്ഞിട്ട് അനുസരിക്കുന്നില്ല. മോശം കൂട്ടുകെട്ടുകൾ, മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളാണ്. പ്രണയത്തിന്റെ വലയില, കള്ളത്തരങ്ങൾ, കൊലപാതകങ്ങൾ, മോഷണം, അടിപിടിയാണ് എന്നൊക്കെ പറഞ്ഞ് മക്കളുമായി ബന്ധപ്പെട്ട എത്രയോ പരാതികളാ ഓരോ രക്ഷിതാക്കളും പറയുന്നത്. നമ്മുടെ മക്കളെ നന്നാക്കണമെങ്കിൽ നമുക്ക് പറ്റിയൊരു സംവിധാനമാണ് മദ്രസ സംവിധാനം. ഞാൻ പറയട്ടെ, ഒന്നാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് അല്ലെങ്കിൽ 9ാം ക്ലാസ് വരെ കൃത്യമായി മദ്രസയിൽ പോയി പഠിപ്പിക്കുന്ന പാഠഭാഗങ്ങൾ കൃത്യമായി പഠിച്ച് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന ഒരു കുട്ടി 1ാം ക്ലാസ് മുതൽ PG വരെ ഭൗതിക വിദ്യാഭ്യാസം മാത്രം പഠിക്കുന്ന കുട്ടിയേക്കാൾ അവൻ സ്വഭാവത്തിലും സംസ്കാരത്തിലും മികച്ചവനായിരിക്കും. കാരണം മദ്രസകളിൽ പഠിപ്പിക്കുന്നത് എന്താ? ഖുർആന, ഹദീസ, തഫ്സീറാണ്, അഖീദയ, അഖ്ലാഖ, സീറയ, തജ്വീദ, നിസ്കാരം, നോമ്പ്, സകാത്ത്, ഹജ്ജ്, ഉംറ, ഇവകളുടെ ഷർത്ത്, ഫർള്, അതുപോലെ സുന്നത്ത്, കറാഹത്ത്, ഈമാൻ കാര്യം, ഇസ്ലാം കാര്യം, കടമകൾ, കടപ്പാടുകൾ, ഉമ്മാനോടെങ്ങനെ, പാപ്പാനോടെങ്ങനെ, അയൽവാസിയോടെങ്ങനെ, കൂട്ടുകാരനോടെങ്ങനെ, ഉസ്താദുമാരോടെങ്ങനെ എങ്ങനെ പെരുമാറണം, എങ്ങനെ അവരോട് സംസാരിക്കണം, എങ്ങനെ ജുമുഅ നിസ്കരിക്കണം, എങ്ങനെ പെരുന്നാൾ നിസ്കരിക്കണം, എങ്ങനെ മയ്യത്ത് നിസ്കരിക്കണം, എങ്ങനെ ക്രയവിക്രയം ചെയ്യണം, എങ്ങനെയാണ് കഴിക്കേണ്ടത്, എങ്ങനെയാണ് കുടിക്കേണ്ടത്, എന്താണ് ഹറാം, എന്താണ് ഹലാൽ, പള്ളിയിലെ മര്യാദ. ഭാവിയിൽ നീ നിക്കാഹ് കഴിച്ചു കഴിഞ്ഞാൽ നിന്റെ ഭാര്യയോട് നീ എങ്ങനെ പെരുമാറണം, നിന്റെ ഭർത്താവിനോട് എങ്ങനെ പെരുമാറണം, അതുപോലെ പ്രകൃതിയോട്, എല്ലാത്തിലും ഉപരിയായി നീ ജീവിക്കുന്ന നിന്റെ ഇന്ത്യ മഹാരാജ്യം, ആ മഹാരാജ്യത്തിന്റെ ചരിത്രം, അതിന്റെ സംസ്കാരം, അതിന്റെ പൈതൃകം, അതിന്റെ സ്വാതന്ത്ര്യം, ആ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ആരെല്ലാം പോരാടിയിട്ടുണ്ടോ അതിൽ പ്രധാനപ്പെട്ട ആളുകളെ പറ്റി പഠിക്കുന്നു, അവരുടെ ചരിത്രം പഠിക്കുന്നു. അതുപോലെ തന്നെ ഇസ്ലാം ഈ ഇന്ത്യയിൽ കടന്നു വന്ന ചരിത്രം പഠിക്കുന്നു. മുസ്ലിമീങ്ങൾ ഈ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി, അതുപോലെ ഈ ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടി എത്രമാത്രം കഷ്ടപ്പാടുകൾ ജീവിതത്തിൽ കൊണ്ടു എന്ന പാഠങ്ങൾ സ്പഷ്ടമായും വ്യക്തമായും പഠിപ്പിക്കുന്ന ഒരു കരിക്കുലത്തിന്റെ പേരാണ്, ഒരു സിലബസിന്റെ പേരാണ് മദ്രസ. ഇതൊക്കെയാണ് നമ്മുടെ മദ്രസയിൽ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുന്നത്. ഇന്ന് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെ, മദ്രസ സംവിധാനം അൽഹംദുലില്ലാഹ് വളരെ ഉഷാറാ. കേരളത്തിലുള്ള മദ്രസ സംവിധാനം പോലെ ലോകത്ത് ഒരു സ്ഥലത്തുമില്ല. അത് മക്കയിലുമില്ല, മദീനയിലുമില്ല. കേരളത്തിലുള്ള മദ്രസ സംവിധാനം, കേരളത്തിൽ ഏകദേശ കണക്ക് ഞാൻ പറയട്ടെ, 21,683 മദ്രസകളുണ്ടെന്നാണ്. അതിൽ അധികമായാലേ ഉള്ളൂ. അതിൽ പഠിപ്പിക്കുന്ന അധ്യാപകർ 2 ലക്ഷത്തിലധികം ഉസ്താദുമാര് പഠിപ്പിക്കുന്നുണ്ട്. അതിൽ പഠിക്കുന്ന കുട്ടികൾ 20 ലക്ഷത്തിലധികം കുട്ടികൾ മദ്രസ സംവിധാനത്തിൽ പഠിക്കുന്നുണ്ട്. അതായത് കേരള ജനസംഖ്യയുടെ 27% മാത്രം വരുന്ന മുസ്ലിമീങ്ങൾ, ആ മുസ്ലിമീങ്ങൾ നേതൃത്വം നൽകുന്ന സംവിധാനത്തിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇന്ന് കേരളത്തിലെ 100% എടുത്തു നോക്കിയാലുള്ള സ്കൂളുകൾ, ആ സ്കൂളുകളുടെ എണ്ണം ഏകദേശ കണക്കാണ്, കറക്റ്റ് അല്ല, ഏകദേശ കണക്ക് 12,644 സ്കൂളുകൾ. ഇതിൽ എയ്ഡഡ് സ്കൂളുകളുണ്ട് 7,277. അതായത് സ്വകാര്യ വ്യക്തികൾ കെട്ടിടം കൊടുക്കുന്നു, സർക്കാർ അധ്യാപകർക്ക് ശമ്പളം കൊടുക്കുന്നു. അതുപോലെ തന്നെ അൺഎയ്ഡഡ് സ്കൂളുകളുണ്ട് 863 സ്കൂളുകൾ. സർക്കാർ ശമ്പളം കൊടുക്കുന്നില്ല, സർക്കാർ കെട്ടിടം കൊടുക്കുന്നില്ല, അംഗീകാരം മാത്രം കൊടുക്കുന്നു. സർക്കാർ സ്കൂളുകളുണ്ട് ഏകദേശം 4,054 ഏകദേശ കണക്കാണ്. ഇങ്ങനെ നോക്കുമ്പോ സ്കൂളുകൾ, ആ സ്കൂളുകളിലേക്കാൾ എണ്ണം കൂടുതൽ മദ്രസകളാണ്. ആ മദ്രസകളിൽ പഠിപ്പിക്കുന്ന പാഠഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് ഞാൻ ഇവിടെ വിശദീകരിച്ചു പറഞ്ഞു. 27% ഉമ്മത്തിന്റെ 21,000-ലധികം വരുന്ന മദ്രസകൾ. ആ മദ്രസകൾ ഇന്ന് പലതും പല ശോചനീയ അവസ്ഥയിലാണ്. പക്ഷേ കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുള്ള മദ്രസകൾ ഇന്ന് കേരളത്തിലുണ്ട്. നിങ്ങൾക്കറിയുമോ എന്നറിയില്ല, കാസർഗോഡ് ജില്ലയിലെ തൃക്കരിപ്പൂർ അവിടെ ഒരു മദ്രസയുണ്ട്, മുനവ്വിറുൽ ഇസ്ലാം മദ്രസ. 4 നിലയിലുള്ള മദ്രസയാണ്. കേരളത്തിൽ ആകെ നമ്മുടെ മദ്രസ 2 1 ഒരു നില 4 നിലയുള്ള മദ്രസ അവിടെ. കേരളത്തിൽ ആകെ ലിഫ്റ്റ് സംവിധാനമുള്ള മദ്രസയാണ് ആ മദ്രസ. കേരളത്തില് ഈ കഴിഞ്ഞ 2 മാസം മുമ്പാണ് ഒരു സ്കൂളിൽ, സർക്കാർ സ്കൂളിൽ ഒരു ലിഫ്റ്റ് സംവിധാനം വരുന്നത്. 2 മാസം മുമ്പാണ്. തിരുവനന്തപുരം ജില്ലയിലെ കൊളത്തുമ്മൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് കേരളത്തിൽ ആദ്യമായി സർക്കാർ സ്കൂളിൽ ഒരു ലിഫ്റ്റ് സംവിധാനം വരുന്നത്. മദ്രസ അതിനു മുമ്പേ
4-5 വർഷങ്ങൾക്ക് മുമ്പേ അവിടെ ലിഫ്റ്റ് സംവിധാനം, ഞാൻ പറഞ്ഞത് 21% നമ്മുടെ മുസ്ലിമീങ്ങൾ നടത്തുന്ന 21,000-ഓളം മദ്രസകൾ. കാരണം എന്താ? മദ്രസയുടെ കാര്യം പറഞ്ഞ് ആര് പിരിവിന് വന്നാലും നമ്മൾ സഹായിക്കും. പള്ളിയുടെ കാര്യം വന്ന് ചോദിച്ചാൽ നമ്മളെ സഹായിക്കും. കാരണം നമുക്കറിയാം ആ മദ്രസകളിലാണ് നമ്മുടെ മക്കളുടെ ഭാവിയുള്ളത്. ഖുർആൻ ഓതാൻ അറിയാത്ത മക്കളാണെങ്കിൽ, ഞാൻ ചോദിക്കട്ടെ, മദ്രസ ഇല്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കൂടെ? മദ്രസ ഇല്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കും? ഖുർആൻ ഓതാൻ അറിയാത്ത നമ്മുടെ മക്കൾ, അല്ലാഹ് ആരാണെന്ന് അറിയാത്ത നമ്മുടെ മക്കൾ, ഇസ്ലാം കാര്യം എന്താണെന്ന് അറിയാത്ത മക്കൾ, നിസ്കരിക്കാൻ അറിയാത്ത മക്കൾ, ഉമ്മാടെ കൽപാദത്തിലാണടാ നിന്റെ സ്വർഗമെന്ന് പഠിപ്പിക്കാൻ പറ്റാത്ത, അല്ലെ അതറിയാത്ത ഒരു തലമുറയായി നമ്മുടെ മക്കൾ മാറുകയില്ലേ? ചില മലയാളികളെ കാണുമ്പോ അറബികൾക്ക് അസൂയ. കാരണം ഈ ഖുർആൻ ഇറങ്ങിയത് അറബികളുടെ ഭാഷയായ അറബിയിലാണ്. പക്ഷെ അറബികളെക്കാൾ നല്ല സുന്ദരമായ രൂപത്തിൽ നമ്മുടെ കേരളത്തിൽ നിന്ന് പോകുന്ന ചെറുപ്പക്കാർ ഖുർആൻ ഓതുന്നത് കാണുമ്പോൾ അറബികൾക്ക് സത്യത്തിൽ അസൂയ. കാരണം ഞങ്ങളുടെ ഭാഷയിലുള്ള ഈ ഖുർആൻ ഞങ്ങൾക്ക് തന്നെ ഓതാൻ കൃത്യമായി കിട്ടുന്നില്ല, നിങ്ങൾക്ക് എങ്ങനെ കിട്ടുന്നു? അതാണ് മദ്രസ സംവിധാനം. അൽഹംദുലില്ലാ, അല്ലാഹു തആല നമ്മുടെ ഈ സദസ്സിനെ സ്വീകരിക്കട്ടെ. നമ്മൾ കേട്ട കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള തൗഫീഖ് പടച്ചവൻ നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരുപാട് പേര് നമ്മളോട് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ദുആ വസിയത്ത്. കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ, മക്കളില്ലാതെ വിഷമിക്കുന്നവർ, അതുപോലെ വീടുമായി ബന്ധപ്പെട്ട് പ്രവാസികളായ ഒരുപാട് പേര് വിഷമിക്കുന്നു, സങ്കടപ്പെടുന്നു. അള്ളാഹു എല്ലാവർക്കും എല്ലാവിധ ഖൈറും സമാധാനവും റാഹത്തും കൊടുക്കട്ടെ, ഇസ്സത്ത് പ്രദാനിക്കട്ടെ. എല്ലാ വിഷമങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ. മരണപ്പെട്ടവർക്ക് അള്ളാഹു തആല മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.